നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6ഓളം ക്യാമറകൾ, 9ഓളം വ്യത്യസ്ത ക്യാമറ ആംഗിളുകൾ, 5 വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുള്ള പോസുകൾ, കടൽ കാഴ്ച ആസ്വാദനം, ഓരോ സ്ഥലത്തു നിന്നും പ്രത്യേക ദിശയിൽ പ്രത്യേകമായി ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ചിത്രീകരണത്തിനായി സജ്ജമാക്കിയ ക്യാമറകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിമർശനം ശക്തമാവുകയാണ്. കരയിൽ നിന്ന് നോക്കിയ മാധ്യമ കണ്ണുകൾ വിവേകാനന്ദ പാറയിൽ കണ്ട കാഴ്ചകളാണിത്. 25ഓളം ക്യാമറാമാൻമാർ ചുറ്റും നിൽക്കുന്നു. പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും വലം വയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രദക്ഷിണത്തെ ക്യാമറാമാൻമാർ പകർത്തുന്ന കാഴ്ച ഇതാണ് കരയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്പട കണ്ടത്. വ്യത്യസ്തമായ ധ്യാനം എന്നതിനപ്പുറം ചിലവേറിയ ധ്യാനം എന്ന ആക്ഷേപവും കൂടി ശക്തമാവുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇന്ന് അവസാനിക്കും. എല്ലാ കണ്ണും വിവേകാനന്ദ പാറയിലേക്കായിരുന്നു. ഇന്ന് അദ്ദേഹം വാരാണസിയിലേക്ക് മടങ്ങും. ആക്ഷേപവും വിമർശനവും ഒക്കെ ഒരു വശത്ത് ശക്തമാണ്. പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ധ്യാനം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അവസാനഘട്ട തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള തന്ത്രമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ധ്യാനത്തെ വിലക്കിടാനുള്ള പ്രതിപക്ഷ ശ്രമമൊക്കെ പരാജയപ്പെട്ടിരുന്നു. ധ്യാനത്തിന് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. ധ്യാനമിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ച കാണാനാവില്ല എന്നായിരുന്നു കമ്മീഷൻ സ്വീകരിച്ച നിലപാട്. മോദിയുടെ ധ്യാനം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. വെള്ളവസ്ത്രം ധരിച്ചെത്തിയ പ്രധാനമന്ത്രി കാവിയുടുത്താണ് ധ്യാനത്തിലിരുന്നത്. 45 മണിക്കൂർ നീളുന്ന ധ്യാനം 30-ാം തീയതി രാത്രി 7:30യോടെയാണ് തുടക്കമായത്. ഇന്ന് അവസാനിക്കും. ധ്യാനം തുടങ്ങിയതോടെ രാത്രിയിൽ ചൂടുവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിച്ചത്. പ്രധാനമന്ത്രിക്കായി പ്രത്യേക മുറി ഒരുക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഉപയോഗിച്ചില്ല. ധ്യാന മണ്ഡപത്തിൽ നിലത്തായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത്. തുടർച്ചയായ ധ്യാനത്തിലല്ല പ്രധാനമന്ത്രി. പകരം അദ്ദേഹം പുലർച്ചെ സൂര്യോദയം കാണാൻ പുറത്തിറങ്ങിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്ത് തന്നെയാണ് മോദിയും ധ്യാനമിരിക്കുന്നത്. അതീവ സുരക്ഷയാണ് കന്യാകുമാരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി 2000-ലേറെ പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണ്ണ കുംഭം നൽകിയായിരുന്നു സ്വീകരിച്ചത്. കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും മോദിക്ക് സമ്മാനിച്ചിരുന്നു. വിവേകാനന്ദ പാറയിലെത്തിയ പ്രധാനമന്ത്രി തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. എന്തായാലും ഇന്ന് ഉച്ചയോടെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി സൂര്യോദയമൊക്കെ ആസ്വദിക്കുന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ്. ധ്യാനത്തിനൊരു ഇടവേള എടുത്താണ് പ്രധാനമന്ത്രി സൂര്യോദയം ആസ്വദിക്കാൻ ഇറങ്ങിയത്. കന്യാകുമാരിയിലെത്തിയ മോദി ശേഷം വിവേകാനന്ദ പാറയിലേക്ക് ബോട്ട് മാർഗമാണ് പോയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നായിരുന്നു അദ്ദേഹം ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലെത്തിയത്. നിശ്ചയിച്ചതിനേക്കാൾ 1 മണിക്കൂർ വൈകിയായിരുന്നു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ വിമാനം ഇറങ്ങിയത്. എന്തായാലും പ്രധാനമന്ത്രി 3 ദിവസം ധ്യാനം പൂർത്തിയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്ന് അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് വാരാണസിയിലേക്ക് മടങ്ങും. വാരാണസിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ ധ്യാനം എന്നതും ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ പ്രതിപക്ഷം ഒരു വശത്ത് വിമർശനം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നത് പ്രതിപക്ഷത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഇതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധ്യാനം പകർത്താൻ കുറെ ക്യാമറാമാൻമാരുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് മോദി ധ്യാനത്തിലായിരിക്കുമ്പോൾ പോലും പോസ്റ്റ് ചെയ്യുന്നതും പ്രദക്ഷിണം നടത്തുന്നതും എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റൊരു വിമർശനം കൂടി ശക്തമായിരുന്നു. അതായത് പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കെ അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ അദ്ദേഹം ട്വീറ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രധാനമന്ത്രി ചെയ്യുന്നതാണ്. പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുമ്പോഴെങ്കിലും ഫോൺ മാറ്റിവെക്കുമോ എന്നതടക്കമുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.